നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ഒരു സിറ്റുവേഷനിലെങ്കിലും എവിടെന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കി അടയ്ക്കുന്നതാണ് അന്തസ്. നീ ഞങ്ങളുടെ അന്തസ് പരീക്ഷിക്കല്ലേ? ഇന്ന് നീയും ഇരുട്ടത്ത് കിടക്കേണ്ടി വരും ദയേ. നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എടുത്തു താ. ധനേട്ടൻ ഇപ്പൊ തന്നെ പോയി ബില്ല് കെട്ടും. അല്ല ചേച്ചി, എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ശബരിട്ടന് സമ്പാദിക്കുന്നൊക്കെ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തരുന്നൊന്നുമില്ല. എല്ലാം ഇവിടെ തന്നെ ചെലവാക്കുക. എന്നാലും അത്യാവശ്യം വന്നാൽ എടുക്കാൻ ശബരി കുറച്ച് കാശ് വീട്ടിൽ സൂക്ഷിക്കാറുണ്ടതേ. നീ അവനോടൊന്ന് വിളിച്ചു ചോദിക്കും. തൽക്കാലം അതിൽ നിന്നൊന്ന് എടുത്തു കൊടുക്ക്. ഓ, ശബരേട്ടൻ രഹസ്യമായി കാശ് സൂക്ഷിക്കുന്ന കാര്യം പോലും അനതേച്ചിക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷേ പണ്ടൊരിക്കലെ മുറിയുന്ന കാശ് മോഷണം പോയ ശേഷം ശബരേട്ടൻ വീട്ടില് കാശ് സൂക്ഷിക്കാറില്ലെന്നാ എന്റെ ഒരിത്. അല്ല, ധനേട്ടനും കമ്പനിന്ന് ശമ്പളം വാങ്ങുന്ന ആളല്ലേ? ഒരു തവണ കറണ്ട് ബില്ല് കെട്ടാനുള്ള കാശൊക്കെ ധനേട്ടന്റെ അക്കൗണ്ടിൽ കാണാതിരിക്കില്ലല്ലോ. ഉണ്ടായിരുന്നു, എന്റെ കയ്യിൽ അത്യാവശ്യം കാശുണ്ടായിരുന്നു. അതെടുത്താ അന്ന് ഉണ്ണിക്കുട്ടന്റെ ചോറൂണ് ചടങ്ങിനെ ഞങ്ങളെല്ലാവരും ഗിഫ്റ്റ് വാങ്ങിയത്. അതേതേ, അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് ഞാനും അതിനുവേണ്ടി വാങ്ങിച്ചു. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് നീയൊന്ന് സഹായിക്ക് പ്ലീസ്. എടി, കടമായിട്ട് തന്നാലും മതി. ശബരി വരുമ്പോ ഞങ്ങൾ അവനോട് കണക്ക് പറഞ്ഞോളാം. പറയേണ്ടത് പറയേണ്ട പോലെ പറഞ്ഞപ്പോ അവൾക്ക് കാര്യം മനസ്സിലായി. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം വാസന്തി. ദയ കാശ് തന്നാലേ ഒരു ഓട്ടോ വിളിച്ച് നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി നമുക്ക് ബില്ലടയ്ക്കാം. അതുവഴി 100 കെട്ടി തറങ്ങിന് പോവുകയും ചെയ്യാം. അപ്പൊ ലൈൻമാൻ വരുമ്പോ ബില്ല് കാണിച്ചു കൊടുക്കണ്ടേ ധനേട്ടാ? അത് പിന്നെ ബില്ല് ഞാനേ അനിതയുടെ ഫോണിലേക്ക് അയച്ചു തരാം. അത് കാണിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവർ ഓഫീസിൽ വിളിച്ചു ചോദിച്ചിട്ടേ ഫ്യൂസ് ഇടൂ.